മക്കളെ, നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവരെ, വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവരെ, പണം കൊടുത്തു പക്ഷെ വിസ പ്രോസസ്സിങ് ആകുന്നില്ല, പിന്നെ പരീക്ഷ എഴുതുന്നവരെ, ബിടെക്കും PSCയും MOHും ഹാദും IELTSഉം IITയും ഇങ്ങനെ പ്രൊഫഷണൽ പരീക്ഷ എഴുതുന്നവർ, MBBS MD എഞ്ചിനീയറിങ് അതിൻ്റെയൊക്കെ പരീക്ഷ എഴുതുന്നവർ, അതിൻ്റെ അഡ്മിഷന് വേണ്ടി ഇപ്പോഴും അഡ്മിഷൻ ലഭിക്കാതെ വിഷമിക്കുന്നവർ, എൻ്റെ ഒരു വർഷം കൂടി പോയില്ലെന്ന് ഓർത്ത് വിഷമിക്കുന്നവർ, അവരെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മുല കുടിക്കാത്ത കുഞ്ഞിനെ ഈശോ കാണിച്ചു തരുന്നുണ്ട്. ആ കുഞ്ഞിനെ അമ്മയും അതുപോലെ കുറേ പേരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ സൂചനയാണ്. കുഞ്ഞ് കുടിക്കണില്ല, അതാണ് പ്രശ്നം. അതിൻ്റെ പേരിൽ അമ്മയും കുഞ്ഞും അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസങ്ങളുണ്ട്. അവരെ സമർപ്പിക്കുന്നു, ഗർഭിണികൾ സമർപ്പിക്കുന്നു, മക്കളില്ലാത്തവർ സമർപ്പിക്കുന്നു, സാമ്പത്തികമായ വലിയ ബാധ്യതകളിൽ കഴിയുന്നവരെ, വിൽക്കാനും കൊടുക്കാനും കൈമാറാനും ഒന്നുമില്ലാതെ കടം മാത്രമുള്ളവരെ സമർപ്പിക്കുന്നു. കർത്താവേ, നീയാണ് വഴി, ഞങ്ങളുടെ ഉടമ്പടിയാണ് ഞങ്ങളുടെ ആസ്തി, നീ അവരെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിറ്റ് സ്ഥലങ്ങളും കെട്ടിടങ്ങളും വ്യവസായങ്ങളും വ്യാപാരങ്ങളും വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ, ജപ്തി വരുന്നപ്പോൾ വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ, ജപ്തി വന്നിട്ടും വിറ്റുമാറിയാൽ കൊള്ളാം അതിനുള്ള ചാൻസ് ആഗ്രഹിക്കുന്നവർ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മാനസിക രോഗികളെ, ഓരോരോ വ്യത്യസ്തങ്ങളായ സ്വഭാവ വൈകൃതങ്ങൾ കാണിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഓട്ടിസംകാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ എപ്പിലെപ്സി, ഹൈപ്പർ ആക്ടിവിറ്റി, അവരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ആ കുഞ്ഞുങ്ങളുടെ മേൽ തളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, കുരിശിൻ്റെ അടയാളത്തിലെ, ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകുകയും സാന്ത്വനങ്ങൾ ലഭിക്കുകയും ചെയ്യട്ടെ. I command you in the name of Jesus Christ to be പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, അതായത് മനുഷ്യൻ്റെ വേറെ ചില തടസ്സങ്ങളുണ്ട്, അതിർത്തി തർക്കമുള്ളവർ. അതുകൊണ്ട് വേലി കെട്ടാൻ പറ്റണില്ല, മതിൽ കെട്ടാൻ പറ്റണില്ല, വഴി കിട്ടാത്തതിൻ്റെ കാരണം പുരയിടം വിൽക്കാനോ പൊറുക്കാനോ പറ്റണില്ല, ശുദ്ധ വെള്ളം പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. കോടതിയിലും അതുപോലെ തന്നെ കേസ് എടുക്കണില്ല, അങ്ങനെ കേസ് എടുക്കാത്തവരുണ്ട്, ഭാഗ്യോടമ്പടി നടക്കാത്തവരുണ്ട്, മക്കൾക്ക് പൈസ കൊടുത്തിട്ട് തിരിച്ച് കിട്ടാത്ത, ജോലിയുമില്ല പൈസയും ഇല്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് നിങ്ങളിപ്പോൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും യു ആർ ഓൾവേസ് ബോദറിങ് അബൌട്ട് ദ ക്യാഷ് ആൻഡ് കൈൻഡ്. എനിക്കങ്ങനെ തോന്നിയിരിക്കണേ. നിങ്ങൾ ഈ സ്ഥാവര ജംഗമ വസ്തുക്കളെക്കുറിച്ച്
അതിൻ്റെ വരവിനെയും പോക്കിനെയും കുറിച്ചാണ് കൂടുതൽ ഉടമ്പടിയിൽ കെട്ടുപിണഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താ ഇതിൻ്റെ ഒറിജിനൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത്? പ്രസൻസാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ബാഹ്യമായ അടയാളങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്താണ്? നമുക്കൊരു ആന്തരികമായ ധൈര്യം തോന്നും. അതെന്താണ്? അത് യോശുവ 1:9 അനുസരിച്ചുകൊണ്ടാണ്. യോശുവ 1:9 അനുസരിച്ചുകൊണ്ടാണ് ആ ധൈര്യം തോന്നണത്. അപ്പം നിങ്ങൾക്കൊരു ധൈര്യം തോന്നി. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അടൂരെന്ന് റോയി, സുധ, അങ്ങനെ ഒരു ദമ്പതികളുടെ നമ്മുടെ യൂട്യൂബിലുണ്ട് ആ സാക്ഷ്യം. ഞാൻ റോയിയുടെ സുധയുടെ സാക്ഷ്യങ്ങളെ അനലൈസ് ചെയ്ത് നോക്കിയായിരുന്നു. റോയിയുടെ വിഷയം നോക്കണം. അവർ 6 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല. പറഞ്ഞില്ല, 6 കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവിലാണ് അവർ വരണത്. പിന്നീട് അത് പരിധിയിലായി. 5 കൊല്ലം കഴിഞ്ഞാൽ ഉടമ്പടിയുടെ പരിധിയിലാവും. 5 കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ 5ാമത്തെ കൊല്ലം നിങ്ങൾ ഉടമ്പടിയുടെ പരിധിയിലാവും. കാര്യം സാധാരണ മെഡിക്കേഷൻ കൊണ്ട് സാധിക്കത്തില്ലെന്ന് മനസ്സിലാവും. പിന്നെ ലക്ഷങ്ങൾ, ഇനി അത് നടക്കണമെങ്കിൽ തന്നെ പിന്നെ ലക്ഷങ്ങൾ ചിലവാകും. ഇപ്പം 5 കൊല്ലം കഴിഞ്ഞിട്ടും വൈദ്യശാസ്ത്രത്തിലൂടെ മക്കളെ കൊടുക്കുന്നുണ്ടല്ല. പക്ഷെ അതിൻ്റെ നിങ്ങൾ ചിലവ് ചോദിച്ചോ? അവരുടെ എന്ത് ചിലവായെന്ന് ചോദിച്ചാൽ ഒരു കൊച്ചിന് 10 കൊച്ചിൻ്റെ പൈസ ചിലവായിട്ടുണ്ട് അവർക്ക്. ബൈബിൾ കർത്താവ് കുഞ്ഞിനെ തരുമ്പോൾ ഈ ചിലവൊന്നും ഉണ്ടാകത്തില്ല. അതാണ് വ്യത്യാസം. അതാണ് വംശം പിറക്കും വാഗ്ദാന പ്രകാരം തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഇപ്പോൾ റോയി എന്താ പറയണത്? വി ഹാവ് ട്രൈഡ് ഓൾമോസ്റ്റ് ഓൾ ദി മെഡിക്കൽ ഓപ്ഷൻസ് എന്നാണ് പറഞ്ഞു. അയാൾ എബ്രോഡല്ലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. ഭാര്യയും ഭർത്താവും വിദേശത്തായിരുന്നു. അപ്പോൾ വിദേശത്ത് 6 കൊല്ലം ജീവിച്ചിട്ട് ഓൾമോസ്റ്റ് ഓൾ അവർക്ക് അവിടെ ലഭ്യമായിട്ടുള്ള മക്കളെ ജനിപ്പിക്കാൻ ആവശ്യമായ എല്ലാവിധ നിലവിലുള്ള സാങ്കേതിക വിദ്യകളെല്ലാം അവർ പണം മുടക്കി നടന്ന് അവസാനം പരാജയപ്പെട്ടു. അവർ നാട്ടിലേക്ക് പോരുകയാണ്. മക്കളില്ലാതെ വിദേശത്ത് നിന്നിട്ട് എന്നാ കാണിക്കാനാണെന്ന് വെച്ചുകൊണ്ട് അവർ നാട്ടിലോട്ട് പോരുകയാണ്. നാട്ടിലോട്ട് പോയി 2 പേരും കൂടി അങ്ങനെ നിരാശപ്പെട്ട് മദ്രാസിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അടൂരുകാരാണ്. മദ്രാസിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെന്നൈയിൽ അവരങ്ങനെ 2 പേരും ജോലി കണ്ടുപിടിച്ചു. അവർ എക്സ്പെർട്ടുകളാണ്. ജോലി കണ്ടുപിടിച്ചു. ജോലി കണ്ടുപിടിച്ചപ്പോൾ പെട്ടെന്ന് ഈ റോയിയുടെ സങ്കടങ്ങളൊക്കെ അയാളുടെ ഓണറിനോട് പറയും. ഇടയ്ക്ക് ഓണറിനോട് പറഞ്ഞ്, ഞാനിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് അവിടെ നിന്ന് പോകുന്നത്, മക്കളില്ലാതെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ ട്രൈ ചെയ്യാനുള്ള എല്ലാ മെഡിക്കേഷൻ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേ ഈ ഓണർ പറയുവേ, നിങ്ങൾ വന്ന് എൻ്റെ വൈഫ് മിനിയോടൊന്ന് സംസാരിക്കാൻ പറയും. വിറ്റാണ് ഭയങ്കര. അപ്പം നിങ്ങൾ ഓർക്കരുത് മിനി ഗൈനക്കോളേജിൽ എക്സ്പെർട്ടാണെന്ന് വിചാരിക്കരുത്. മിനിയോട് സംസാരിക്കാൻ പറയും. രാവിലെ പുള്ളി വണ്ടി അയച്ചു കൊടുക്കും. എന്നിട്ട് റോയും സുധയും കൂടി വണ്ടിയെ കയറി ഓണറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഓണറിൻ്റെ വൈഫ് മിനി ഇവരെ സ്വീകരിക്കും. എന്നിട്ട് ഇവരുടെ മിനി എന്താ പറയണത്? കൃപാസനം മാതാവിനെക്കുറിച്ചാണ് പറയണത്. അതാണ് വിഷയം. ആ സ്റ്റോറി പോണപ്പോക്ക് വളരെ ആ സ്റ്റോറിയുടെ സഞ്ചാരം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ നല്ല ശരിക്കും ഇൻവെസ്റ്റ്മെൻ്റുള്ള ലേഡിയാണ്. ആരാണ്? ഈ ഓണറിൻ്റെ വൈഫ്. അവർ ചെന്ന് ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് മാതാവിനെ കണ്ട് ലോക്യവും പറഞ്ഞ് കൂട്ടം കൂടി പ്രാർത്ഥിച്ചൊക്കെ പോണ ആളാണ്. അപ്പോൾ മാതാവിൻ്റെ എനിക്കവരാന്നും അറിയത്തില്ല. അവരിങ്ങനെ എന്തുമാത്രം അനോണിമസ് ആയിട്ടുള്ള മാതാവിൻ്റെ മക്കളുണ്ട്. അവർ അമ്മയുമായിട്ടുള്ള ട്രാഫിക്കാണ്. നമുക്കതിൻ്റെ പങ്കൊന്നുമില്ല. ഇങ്ങനെ ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള അനോണിമസ് ആയിട്ടുള്ള അജ്ഞാത ശിശുക്കളുണ്ടല്ലോ എന്ന് ഓർക്കണം മാതാവിന് കുറേ. അവങ്ങനെ കുറേ അവർ പല ആൾക്കാരും മാതാവിനെ മുഖത്തോട് നോക്കിയിട്ട് പോകും. ചിലർ എൻ്റെ വർത്താനം പറഞ്ഞിട്ട് പോകും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം മിനി പറഞ്ഞ് കുഴപ്പമില്ല, നിങ്ങളൊരു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. കാര്യം ഭയങ്കര കോവിഡാണ്, ഇതെല്ലാം ബ്ലോക്കാണ്, ഇങ്ങോട്ട് വരാനൊന്നും പറ്റത്തില്ല. അപ്പം മിനി അവരോട് പറഞ്ഞ് നിങ്ങളൊരു ഓൺലൈൻ ഉടമ്പടി എടുക്കാം. ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത കാലത്ത്, കോവിഡ് കാലത്ത് അമ്മ തന്നൊരു വരദാനമാണ് ഓൺലൈൻ ഉടമ്പടി. ഇപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെടണമൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ്.
ലൈറ്റൊക്കെ അതിൻ്റെ റിക്വസ്റ്റാണ് ആദ്യം തന്നത്. എന്ത് തൊട്ടാലും അമ്മ അതിൻ്റെ ആൻസർ ചെയ്യും. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ജപമാല അടിസ്ഥാനപ്പെട്ട് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയല്ലേ. ഭയങ്കര ഡെപ്പോസിറ്റ് അതിന് ലൈറ്റൊക്കെ ക്യാൻഡലിനും അതുപോലെ. അതിപ്പോൾ ഞങ്ങൾ ഫോൺ എടുക്കുന്നത് കൂടിയില്ല. നിങ്ങൾ ചുമ്മാ അടിച്ചാൽ മതി. അമ്മയുടെ പേരിൽ ഒരു മധ്യസ്ഥം അടിച്ചാൽ അതിന് അമ്മ ആൻസർ ചെയ്യും. കാര്യം 2003 ജപമാലകളെല്ലാം എത്രയോ കോടിക്കണക്കിന് ജപമാലകളല്ലേ ഇതിൻ്റെ ആസ്തിയായിട്ട് നിരതദ്രവ്യമായിട്ട് വെച്ചിരിക്കണത്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് വർക്ക് ചെയ്യണ കാരണം. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, അച്ഛാ ഉടമ്പടി ചെയ്ത് 2015 തൊട്ട് 19 വരെ ഉടമ്പടി ചെയ്തിട്ടുള്ള അതിൻ്റെ അനുഭവം കിട്ടിയ ആൾക്കാർ ഓൺലൈൻ ചെയ്തിട്ട് അവർ മൈൻഡ് ചെയ്യില്ല. പലരും താഴെ കമൻറ്റ് ചെയ്ത് ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾ ലോഞ്ച് ചെയ്തപ്പോൾ താഴെ കമൻറ്റ് ചെയ്ത് ഇത് നമ്മുടെ യഥാർത്ഥ ഉടമ്പടിയാണോ, ഇത് യഥാർത്ഥ ഉടമ്പടി ഫലം ചെയ്യുമോ, ഇതെങ്ങനെ ഇത് വർക്ക് ചെയ്യണത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരോട് സംശയങ്ങൾ പറഞ്ഞു. പക്ഷേ അമ്മ ആ കാലത്ത് പട്ടിണിക്കാലത്ത് തന്ന ഒരു ഭക്ഷണമാണത് അല്ലേ. കോവിഡ് എല്ലാ ധ്യാനകേന്ദ്രങ്ങളും അടച്ചു കഴിഞ്ഞപ്പോഴേ നെക്കിക്കള്ളിയിലാഞ്ഞ കാലത്ത് അമ്മ തന്ന ഒരു സെർവിങ് ഫുഡാണ്. അമ്മ ഫുഡ് സെർവ് ചെയ്ത ഒരു അമ്മ ഭക്ഷണമാണത് ഓൺലൈൻ ഉടമ്പടി. അപ്പോൾ ഇവർ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ മിനിയുടെ ആ പറച്ചിൽ ഭയങ്കര ഗംഭീരമായത് കൊണ്ട് ഇതെന്താ സംഭവം, കമ്പ്യൂട്ടറെ ഇങ്ങനെ അടിച്ച് കയറ്റണമല്ലേ. അപ്പോൾ കമ്പ്യൂട്ടറെ അടിച്ച് കയറ്റുമ്പോൾ ഭാര്യ പ്രഗ്നൻ്റ് ആകുക. യുക്തിവാദിക്ക് വേണ്ടി അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ അവർ തെറ്റ് പറയാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടറെ പേരടിച്ച് കയറ്റിയ ഉടനെ ഭാര്യ പ്രഗ്നൻ്റ് ആകുക. സയൻറ്റിഫിക്കായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ 6 കൊല്ലം കാശ് മുടക്കി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനമായിട്ട് കമ്പ്യൂട്ടറെ അടിച്ച് കയറ്റിയെന്ന് പറഞ്ഞ് ഭാര്യ പ്രഗ്നൻ്റ് ആകുക എന്ന് വേണമെങ്കിൽ യുക്തിവാദിക്ക് ചോദിക്കാം. ഇത് യുക്തിയുടെ മേഖലയല്ല, ഇത് വിശ്വാസത്തിൻ്റെ ഒരു മേഖലയാണ്. അത് യുക്തിവാദിക്ക് ഒരിക്കലും 2 ജന്മം കഴിഞ്ഞാലും മനസ്സിലാകത്തില്ല. പക്ഷേ അവൾ 2 ആഴ്ചക്കുള്ളിൽ പ്രഗ്നൻ്റായി. പ്രൈസ് ദി ലോർഡ്. അതാണ് സുധ ഉടനെ പ്രഗ്നൻ്റായി. അപ്പോഴ് അവർക്ക് എങ്ങനെയെങ്കിലും കയറ് പൊട്ടിച്ച് എന്ത് ലോക്ക്ഡൗൺ ആണെങ്കിലും ഇവിടെ വരണമെന്ന് തോന്നി. അങ്ങനെ ഇവർ വന്ന് അവർ തീർത്ഥാടന ഉടമ്പടിക്കാൻ പറ്റത്തില്ല. അതായത് ഇവിടെ വന്ന് പുറത്തു നിന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ അകലെ നിന്നൊക്കെ ആൾക്കാർ 200-300 കിലോമീറ്റർ അകലെ നിന്ന് വരും. എന്തിനാ വന്നത്? ഇതിൻ്റെ വാതിക്കെ നോക്കി നിന്നിട്ട് പോകാൻ വന്നതാ. ഈ ഉടമ്പടിക്കാലത്ത്, ഈ കോവിഡ് കാലത്ത് മനുഷ്യൻ വിശ്വാസികൾ ജീവിച്ച ഒരു ജീവിതമാണ്. ഞാൻ എപ്പോൾ നോക്കിയാലും 10-50 പേര് അവിടെ നിൽക്കണ കാണാം. ഇങ്ങനെയുള്ള നിപ്പ് ഞാൻ കണ്ടിരിക്കുന്നത് കരയുന്ന മതിലിൻ്റെ അടുത്താണ് നിന്നത്. ഇസ്രയേലിൽ പോയപ്പോഴേ ജെറുസലേം ദേവാലയത്തിന് മതിൽ നിൽക്കുന്നുണ്ട് അവിടെ. ഇപ്പോഴും അവിടെ യഹൂദന്മാരെല്ലാം വെയിലത്ത് കൊച്ചും കുഞ്ഞും 2 വയസ്സ് തൊട്ട് 10-80 വയസ്സ് വരെയുള്ള ആൾക്കാർ കുടുംബസമേതം ഈ മതിലേൽ ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് ആടി സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഈ കോവിഡ് കാലത്ത് ആൾക്കാർ ഇവിടെ നിന്ന് മണിക്കൂറോളം നിന്ന് പ്രാർത്ഥിച്ച് അവസാനം പോലീസ് വരുന്ന അവരെ തല്ലി ഓടിച്ച്, അങ്ങനെയൊക്കെ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ പോലീസ് വന്ന് അമ്മയുടെ മക്കളെ തല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രയും ഞാൻ പറഞ്ഞത്. ഞാൻ പോലീസിനെ വിളിച്ച് ചോദിക്കാനൊന്നും പോയില്ല. പക്ഷേ ആ തല്ലിയ പോലീസ് CA തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നമ്മളുമായിട്ട് വലിയ ലോക്യവും അടുപ്പമായി പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾ അതാണ് എൻ്റെ അത്. അപ്പം നിങ്ങളെപ്പോഴും ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ മസിൽ ഉപയോഗിക്കാതിരിക്കാൻ മസിൽ പവർ, മരിയൻ പവർ. അപ്പം ഞങ്ങൾ മരിയൻ പവറാണ് ഉപയോഗിക്കണത്. ഇപ്പം എന്തെല്ലാം ട്രോളൊക്കെ ഉണ്ട്, ഞങ്ങൾ വല്ല തിരിച്ച് ട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നീതീകരിക്കാൻ വരുക. ഒരു പരിപാടിയില്ല. ഇത് ഇപ്പോൾ ചില ട്രോളിൻ്റെ താഴെയൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യണം, എന്താണ്, പട്ടി കിടത്തി കുരച്ചോണ്ടിരിക്കും, രഥം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമെന്ന്. അതാണ്, പട്ടി കുരച്ചോണ്ടിരിക്കും രഥം. അത് കൃപാസനം അനുഭവിച്ചിട്ടുള്ളവരാണ് തന്നെത്താൻ പറയണതാണ്, തന്നെത്താൻ അടിച്ചു കയറ്റണതാണ് അതിൻ്റെ അകത്ത്. പട്ടി കുരച്ചോണ്ടിരിക്കും, രഥം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് കറക്റ്റാണ്. എനിക്ക് കേട്ടപ്പോൾ ചിരി വന്നു പോയി. കാര്യം വെച്ചാൽ നമ്മളാ തിരിച്ച് ട്രോളാനൊന്നും പോകത്തില്ല. ഇത് അമ്മയുടെ ഒരു മിഷനാണ്. ഇത് വിജയത്തിലെത്തിക്കുന്നവരെ, നീതിയെ വിജയത്തിലെത്തിക്കുന്നവരെ ചതഞ്ഞ ഞാങ്കണ ഒടിക്കത്തില്ല, പുകഞ്ഞ തിരി കെടുത്ത്. ഇത് മുന്നോട്ട് തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമോ. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെയൊക്കെ ഒരു വൈബ് നോക്കിയേ.
അവരവിടെ വന്നിട്ട് ഏത് കോവിഡ് ആണെങ്കിലും ശരി, പോലീസിൻ്റെ അടി കൊണ്ടായാലും അടഞ്ഞ കൃപാസനം വാതിനകത്തേക്ക് നോക്കി കണ്ണീരിട്ട് നിൽക്കുന്നൊരു മനുഷ്യൻ. അതാണ് ഇതിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ തകർച്ചയുടെ കാലഘട്ടങ്ങളിൽ നിന്റെ സന്നിധിയിൽ മാത്രം അഭയം പ്രാപിക്കാനുള്ള വലിയ കൃപ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനം ചെയ്യണമേ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാനപീഠകമേ, സ്വർണ്ണീയപൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ച് പറഞ്ഞ് അമ്മച്ചിയും ചേച്ചിമാരും എല്ലാം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഭർത്താവ് വീണ്ടും ചെന്ന് അമ്മച്ചീനെ സന്തോഷത്തോടെ വിളിച്ച് പിണക്കമൊക്കെ മാറ്റി. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ എല്ലാവരും വന്ന് സഹകരിച്ച്, ചേട്ടന്മാരും ചേച്ചിമാരും മക്കളും എല്ലാവരും കൂടെ വന്ന് സഹകരിച്ച് എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി എൻ്റെ മക്കൾ ഈശോയെ സ്വീകരിച്ചു. അടുത്ത ഇതെന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മോള് മലപ്പുറത്ത് ലാബിൽ ലാബ് പഠിക്കുമായിരുന്നു. അങ്ങനെ കൊച്ച് അത് കഴിഞ്ഞ് വണ്ടാനത്ത് 6 മാസത്തേക്ക് ട്രെയിനിയായിട്ട് കയറിയായിരുന്നു. അപ്പോൾ കൊച്ചവിടെ പറയുമായിരുന്നു, ആൻറ്റി ഇവിടെ ട്രെയിനിയായിട്ട് കയറിയാൽ ഉപകാരമുണ്ട്, ഇവിടെ ഓരോ ഇൻ്റർവ്യൂ നടക്കുമ്പോഴും എനിക്ക് ജോലിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോള് ധൈര്യമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തോ, ആൻറ്റി ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ കഴിഞ്ഞതിൻ്റെ മാസം വണ്ടാനത്തൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ കൊച്ചനോട് വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോള് ഞാനൊരു ചെറിയ കാശ് രൂപ വെഞ്ചരിച്ച് ഞാൻ മോളുടെ കയ്യിൽ കൊടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു, മോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആ കാശ് രൂപ പിടിച്ച് വേണം പോകാൻ, ആൻറ്റി ഇവിടെ ഇന്ന് ആരാധന കൂടി പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാനിവിടെ എൻ്റെ ഫോണിൽ അച്ഛൻ്റെ ആരാധന ഞാൻ കൂടി കരഞ്ഞ് വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ച് കൊച്ച് ആ ഇൻ്റർവ്യൂവിൽ പാസ്സായി. എൻ്റെ ചേച്ചിയുടെ മോൾക്ക് വണ്ടാനത്ത് തന്നെ സ്ഥിരം ജോലി കിട്ടി. അതുപോലെ തന്നെ സ്ഥിര ജോലി കിട്ടി സിസ്റ്ററെ. സ്ഥിരമായിട്ട് എൻ്റെ കൊച്ചിന് അവിടെ ജോലി കിട്ടി. മോളെ ഞാനിവിടെ മാതാവിൻ്റെ ഒന്നിച്ച് ഞങ്ങൾ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞത്. യേശുവേ നന്ദി. എൻ്റെ പേര് സിജി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നെന്മണിക്കര ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേരിലുള്ള ഒരു സ്ഥലം ജപ്തിയായിരുന്നു. അർബൻ ബാങ്കിലായിരുന്നു അത് ജപ്തി വന്നത്. അത് പൈസ അടയ്ക്കാനായിട്ട് യാതൊരു നിവൃത്തിയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതൊരു 80,000 രൂപയോളം അടച്ചിരുന്നെങ്കിൽ ജപ്തിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴിവായി കിട്ടുമായിരുന്നു. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും എടുത്തു വയ്ക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഷോപ്പുണ്ടായിരുന്നു. ആ ഷോപ്പ് ഞങ്ങൾ 3 കൊല്ലം മുന്നേ ഞങ്ങൾ നിർത്തിയതാണ്. അതിൻ്റെ പേരിൽ അതിൻ്റെ വർക്കിൻ്റെ ഒരു പൈസ ചെക്ക് അത് വേറൊരു സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിൽ വന്നു. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കട നിർത്തിയത് കൊണ്ട് അതിൽ റിന്യൂ ചെയ്യാത്തത് കൊണ്ടും ബാങ്ക് അക്കൗണ്ട് റിന്യൂ ചെയ്യാത്തത് കൊണ്ടും ഞങ്ങൾക്ക് ആ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ കുറേ അതിനു വേണ്ടി നടന്നു. 60 ദിവസമായിരുന്നു സമയം തന്നിരുന്നത് ബാങ്കിൽ നിന്ന്.
ജപ്തിക്ക്. ഞങ്ങൾ ഒരുപാട് ആൾക്കാരെയും കൊണ്ടൊക്കെ ചെന്ന് ചോദിച്ചു. ആ പൈസ ഒന്ന് ഞങ്ങൾക്കത് വിഡ്രോ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജപ്തി ഞങ്ങൾക്ക് ഒഴിവാക്കി കിട്ടുമായിരുന്നു. പക്ഷേ അത് ബാങ്കുകാർ ഒരു നിലയ്ക്കും സമ്മതിച്ചില്ല. നിങ്ങൾ റിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പൈസ വിട്ടു തരാമെന്ന് പറഞ്ഞു. പക്ഷേ റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഷോപ്പ് എടുക്കണം, ലൈസൻസ്, പഞ്ചായത്ത് ലൈസൻസ് എടുക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ശരിയാവാണ്ടായി കഴിഞ്ഞപ്പോൾ ജപ്തിയുടെ ലാസ്റ്റ് ദിവസം, അതായത് നാളെ അത് അവർ റിക്കവറി ആണ്, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ള ഘട്ടം വന്നപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. ചേട്ടനാണെന്നുണ്ടെങ്കിൽ ആൾ ബാങ്കിലേക്ക് പോയി, എന്തെങ്കിലും അവസാന കൈ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ബാങ്കിലേക്ക് പോയിരുന്നു. ഞാനിവിടെ വന്ന് ഞാൻ അച്ഛനെ കാണാൻ ചീട്ടെടുത്തു. അച്ഛനെ കാണാൻ എനിക്ക് 3 മണിയാണ് സമയം കിട്ടിയത്. ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞ് ഇവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ശരിയായി, ഞങ്ങൾക്ക് അർബൻ ബാങ്കിലായിരുന്നു ലോൺ ഉണ്ടായിരുന്നത്. അവിടുത്തെ മാനേജർ ഒരാളെ അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങളുടെ സ്റ്റേറ്റ് ബാങ്കിലെ മാനേജറുടെ അടുത്തേക്ക് ചേട്ടൻ്റെ കൂടെ വിട്ടു. ആളവിടെ പോയി സംസാരിച്ച് ഞാൻ അച്ഛനെ കണ്ട അതേ ആ സമയത്ത് തന്നെ അവിടുന്ന് ആ പൈസ എനിക്ക് വിഡ്രോ ചെയ്ത് ഇതേ ബാങ്കിൽ അടച്ച് ഞങ്ങളുടെ ജപ്തി ഒഴിവായി കിട്ടി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുപോലെ തന്നെ 9 കൊല്ലമായിട്ട് എൻ്റെ ചേട്ടൻ്റെ പേരിലൊരു കേസ് ഉണ്ടായിരുന്നു. അത് കേസ് ഇങ്ങനെ നീട്ടി പോകാമെന്നല്ലാണ്ട് അത് ഒരു വിധി വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞങ്ങൾക്കത് ഒരുപാട് വിഷമമായി. കാരണം ആൾക്കൊരു കാര്യത്തിനും ചെയ്യാൻ പറ്റുന്നില്ല. ആളുടെ പാസ്പോർട്ടും എല്ലാം ബ്ലോക്കാക്കി വെച്ചേക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കേസിൻ്റെ ദിവസത്തിൻ്റെ 2 ദിവസം മുന്നേ വക്കീൽ വിളിച്ചിട്ട് പറഞ്ഞു, കേസ് വിധി വരാൻ പോവാണ്, പ്രശ്നമാണ്, വിധി നിങ്ങൾക്ക് എതിരാവാൻ സാധ്യതയുണ്ട്, 2 ജാമ്യക്കാരെ നിങ്ങളെങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് കേസിന് വരുമ്പോൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമമായി. കേസ് ഇങ്ങനെ വിധി നമുക്കെതിരാണല്ലോ വരണേന്നുള്ളൊരിതായി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കേസിന് പോകണമെന്ന് മാതാവിനോട് നല്ലോണം പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശ് രൂപം ചേട്ടന് കൊടുത്തിട്ട് ഞാൻ വിട്ടത്. ആളതും കൊണ്ടാണ് കോടതിക്ക് പോയത്. അവർ 12 മണി വരെ ഇരുന്നിട്ടും അവരെ വിളിച്ചില്ല, കോടതിയിലേക്ക് അവരെ കേസ് വിളിച്ചില്ല. അത് കഴിഞ്ഞ് 3 മണിയായി കഴിഞ്ഞപ്പോൾ ഗുമസ്തൻ വന്ന് പറഞ്ഞു, നിങ്ങളുടെ കേസ് എടുക്കണില്ല, അത് തള്ളിപ്പോയി, ഇനി അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങളുടെ പേരിൽ ഇനി കേസൊന്നുമില്ല, അത് തള്ളിപ്പോയി എന്ന് പറഞ്ഞു. ആ സമയത്ത് അന്ന് വരെ കേസ് നടത്തിയിരുന്ന ആളല്ല, ഒരു സ്ത്രീ ആയിരുന്നു അവിടെ ജഡ്ജിയായിട്ട് വന്നിരുന്നതെന്നുള്ളത് അറിഞ്ഞു. അത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അമ്മ തന്നെയാണ് അവിടെ ജഡ്ജിയായി വന്നിരുന്ന ആ കേസ് തള്ളിക്കളഞ്ഞത്. അത് അമ്മ തന്നെയാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മായി ഒരു ബൈക്ക് ആക്സിഡൻ്റായിട്ട് ആൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ വണ്ടി ഇടിച്ചതാണ്. ആൾക്ക് നട്ടലിന് ഭയങ്കരമായിട്ട് പരിക്ക് പറ്റി. ആൾ രാത്രിയാണ് ഉണ്ടായത്, പള്ളിയിൽ ധ്യാനം കഴിഞ്ഞ് വരുമ്പോഴാണ് ഇതുണ്ടായത്. ഞാനെന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനും ചേട്ടനും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോണത്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ ICUലാണ്. അപ്പോൾ കാണാനായിട്ട് നിവൃത്തിയില്ല, ആൾക്ക് നല്ല വേദനയുണ്ട്, ഡോക്ടർ വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും 2 പേർക്ക് ഒരു 5 മിനിറ്റേക്ക് പോയി കയറി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ചേട്ടനും കൂടി കയറി കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു. ഞാൻ ആ തൈലം ആൻറ്റിയുടെ നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുത്ത് വിശ്വാസ പ്രമാണം ആൻറ്റീൻ്റെ കൂടെ ചെല്ലിച്ച് ആളുടെ വായിലും 2 തുള്ളി ഒറ്റി കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോന്നു. ഞങ്ങൾ പോന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉറങ്ങി. അതുവരെ അന്ന് രാത്രി വണ്ടി ഇടിച്ച് ചെന്നപ്പോൾ തൊട്ട് ആൾക്ക് വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മെയിൻ ഡോക്ടർ വന്ന് ഓപ്പറേഷന് ഡേറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഡോക്ടർ വന്ന് നോക്കുമ്പോൾ ആൻറ്റി നന്നായി ഉറങ്ങണതാണ് കണ്ടത്. അപ്പോൾ ഉറങ്ങണ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, വേദന എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തി, ഇവിടെ രോഗി കിടന്ന് ഉറങ്ങുകയാണ്, ഇതിനൊരു വേദനയില്ല. അപ്പം നിങ്ങൾ എന്താ അത് പറയണതെന്ന് വെച്ചാൽ ഒരു എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ യാതൊരു ഓപ്പറേഷൻ്റേതായിട്ടുള്ള യാതൊരു പ്രശ്നവും ആൻറ്റിക്കില്ല. ആൻറ്റിക്ക് 10 ദിവസം മാത്രമേ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നുള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് ആളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജാക്കി. ഇത്രയധികം അനുഗ്രഹം തന്ന തിരുക്കുമാരനും മാതാവിനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് ജോസ്. ഞാൻ തൃശ്ശൂർ
മണ്ണുത്തി സെൻറ്റ് ആൻ്റണീസ് ചർച്ച് മണ്ണുത്തി ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ 2019 ആഗസ്റ്റ് 22 തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ ആദ്യത്തെ കാരണം, ഞാൻ ഒരു സ്ഥലം, ഒരു വീട് വാങ്ങിക്കുന്നതിന് വേണ്ടി ലോൺ കിട്ടുന്നതിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. ലോണിന് അപേക്ഷിച്ചപ്പോൾ 12 ലക്ഷം രൂപ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു. 2-3 ബാങ്കിൽ അന്വേഷിച്ചപ്പോഴും ആ പൈസയിലും കൂടുതൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി വെച്ചത്. ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 15 ലക്ഷം ആണ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നത്. ആ 15 ലക്ഷം തന്നെ ലഭിക്കുകയും 3 മാസത്തിനകം ആ സ്ഥലം വാങ്ങിക്കുവാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. രണ്ടാമതായി എനിക്ക് ലഭിച്ച അനുഗ്രഹം, 2011 എനിക്ക് മലദ്വാരത്തിനൊരു എരിച്ചിലും മൂത്രമൊഴിക്കുമ്പോൾ ഒരു പുകച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അമല ഹോസ്പിറ്റലിൽ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ക്യാൻസറിൻ്റെ ആരംഭമാണെന്നും ഓപ്പറേഷൻ ചെയ്യുമെന്നും പറഞ്ഞു. 2012 ഒരു വർഷത്തിന് ശേഷം ഓപ്പറേഷൻ ചെയ്യുകയും 2 വർഷം പറയത്തക്ക ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എനിക്ക് രോഗം കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്ക് വേദനയും പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മലദ്വാരത്തിന് വീണ്ടും എരിച്ചിലും മൂത്രമൊഴിക്കുമ്പോഴുള്ള പുകച്ചിലൊക്കെ അനുഭവപ്പെട്ടു. ഞാൻ വീണ്ടും ഒരു യൂറോളജിസ്റ്റിനെ ചെന്ന് കാണുകയും ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, 2 തരം ഗുളിക കുറച്ച് എഴുതി തന്നിട്ട് പറഞ്ഞു,